സാറിന് റെക്കോർഡ് ഓൺ ചെയ്യാൻ പറ്റുമോ? താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ഇന്നത്തെ സെഷൻ എടുക്കുന്നത് ട്രെയിനർ ആൻഡ് സക്സസ് കോച്ച് ആയിട്ടുള്ള നമ്മുടെ ഓസ്റ്റിൻ സാറാണ്. സാറുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലേൺ ടു സ്വീറ്റ് ഇൻ പീസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഓസ്റ്റിൻ സാർ ഇൻവൈറ്റ് ചെയ്യാണ്. ഓസ്റ്റിൻ സാർ, പ്ലീസ് വെൽക്കം സർ. താങ്ക് യു ഗോപിക, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ്, മാജിക് മോർണിംഗ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ആണോ? എല്ലാവരും ഹാപ്പി ആയി വിചാരിക്കുന്നു. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് കണ്ടപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ആയിട്ടുണ്ടാവും, എനിക്ക് അറിയാം. ഇതെന്താണ് ഈ കൊണ്ടൊന്നും മനസ്സിലായിണ്ടാവില്ല. സ്വെറ്റ് സ്വീറ്റ് എന്നൊക്കെ പറഞ്ഞു അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ ടോപ്പിക് എന്താണെന്ന്? ഇല്ലല്ലോ? എന്തോ വേർത്ത് പണിയെടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്താ സംഭവം? എന്തായാലും സുജിത് സാറ് ഒരാളെങ്കിലും ഉണ്ടായല്ലോ. കുറെ പേരൊക്കെ ഇതൊന്നും വേറെന്തോ സാധനം സ്വീറ്റ് ആയിട്ട് എന്തോ സാധനം വിചാരിച്ചിരുന്നേ. സുജിത് സാർ, താങ്ക് യു. സോ ടോപ്പിക് ഈസ് വെരി സിമ്പിൾ ബട്ട് ഇറ്റ്സ് വെരി ടഫ് ടു ലേൺ. നമുക്ക് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കണ്ട ടോപ്പിക്കാണ്. അപ്പൊ എന്നാലും ഇത് കുറച്ചും കൂടി സംഭവമാണ്. എന്താണ്, നിങ്ങള് പേസിൽ സ്വെറ്റ് ചെയ്ത നിങ്ങളുടെ ജീവിതം കുറച്ചും കൂടി ഈസിയാവും. ലേൺ ടു സ്വെറ്റ് ഇൻ പീസ്. നിങ്ങൾ സമാധാനത്തിലായിരിക്കുമ്പോൾ വേർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ നന്നായിട്ട് പണിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും, ഞാൻ ഒരു സെഷനൊക്കെ ക്ലാസ് എടുക്കാറുണ്ട്, മാജിക് മോർണിംഗിലൊക്കെ എടുക്കാറുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു സാർ എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, ഓസ്റ്റിൻ, കുറെ പേരുണ്ട് ഈ ലോ ഓഫ് അട്രാക്ഷനും അത് ഇതൊക്കെ ഇങ്ങനെ പഠിപ്പിക്കും. ഒരാളോടും ഇങ്ങനെ കണ്ണടച്ചിരുന്ന് അഫർമേഷൻ ചെയ്ത് എല്ലാം വരും എന്ന് പറയും. പക്ഷെ പണിയെടുക്കാനായിട്ട് ആരും പറയാറില്ല. നമ്മള് വർക്ക് ചെയ്യണമെന്നോ ആക്ഷൻ എടുക്കണമെന്നോ ഒരാളും പറയൂല. എല്ലാവരും പറയാം നിങ്ങൾ ഇങ്ങനെ കുറെ അഫർമേഷൻസ് ചെയ്താൽ മതി എന്നുള്ളത്. ഞാൻ പുള്ളിയോടും പൂർണ്ണമായി യോജിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, നമ്മുടെ ലൈഫില് നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആവുന്നുള്ള കാര്യത്തിന് ഒരു ഡൗട്ടും ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, സോ കാണാനല്ലേ, the harder you are on yourself, the easier life is on you. നിങ്ങൾ എത്രത്തോളം നിങ്ങളോട് ഹാർഡ് ആവണോ നിങ്ങളുടെ ലൈഫ് അത്രത്തോളം ഈസി ആവുന്നതാണ്. നമുക്കറിയാം, ഈ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ പോസ്റ്റിലിട്ടത്. The more you set in peace time, the less you bleed in war എന്നാണ്. ഇത് ശരിക്കും നേവി സീൽസിന്റെ ഒരു കോട്ടാണ്. നേവി സീൽസ് എന്ന് വെച്ചാൽ അവർക്ക് ഒരു എന്താ പറയാ, ഒരു ഹെൽ വീക്ക് ഉണ്ട്. ഹെൽ വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോർമലി ഈ നേവി സീലിൽ വരുന്ന ആളുകൾ, ഈ പറഞ്ഞ ഓപ്പറേഷൻസിൽ വരുന്ന ആൾക്കാരെ മാക്സിമം ആൾക്കാരെ ക്വിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഹെൽ വീക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഹെൽ വീക്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവരെ കോൾഡ് എന്താ പറയാ ഫുൾ തണുത്തുറഞ്ഞ എന്താ പറയാ കടലിലൂടെ നീന്തിക്കും. വലിയ വലിയ എന്താ പറയാ വലിയ ഭാരമുള്ള മരക്കടിയിലെടുത്ത് നടത്തിക്കും. ഇവരെ മെന്റലി ഭയങ്കര ടോർച്ചർ ചെയ്യും. ഫിസിക്കലി എക്സ്ട്രീം ടോർച്ചർ ആയിരിക്കും. ആ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഒരുവിധപ്പെട്ട സകലമായ ആൾക്കാരും എന്താ പറയാ നിർത്തിപ്പോവും ഈ പരിപാടി. അതിൽ സർവൈവ് ചെയ്യണവൻ ഏതൊരു ഫൈറ്റിലും ബാറ്റിലും സർവൈവ് ചെയ്യും. നമുക്കറിയാം, കമാൻഡോസ് ഒക്കെ വലിയ വലിയ ഓപ്പറേഷൻസ് ഒക്കെ നടത്തിയിട്ട് വലിയ തീവ്രവാദികളൊക്കെ കൊല്ലുന്നത് നമുക്കറിയാം. അല്ലെങ്കിൽ നമ്മൾക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പട്ടാളക്കാരൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥ അറിയാം. ഇപ്പൊ നമുക്കറിയാം, സിയാച്ചിനിലൊക്കെ പട്ടാളക്കാർ ആ മഞ്ഞ് മലകളിൽ ഭക്ഷണം പോലും ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥ. എങ്ങനെ അവർക്ക് നിൽക്കാൻ പറ്റും? നമ്മളെപ്പോലുള്ള ഒരാൾക്ക് ഇവിടെ എന്താ പറയാ ചെറിയൊരു മൂന്നാറിൽ പോയി കഴിഞ്ഞാൽ തന്നെ തണുപ്പ് സഹിക്കാൻ പറ്റൂല. പക്ഷെ ഇവരൊക്കെ ഈ ഐസിന്റെ മുകളിൽ വേറെ ഒന്നുമില്ല, ഷെൽട്ടർ ഇല്ല, ഒന്നുമില്ലാതെ ഇവര് നിൽക്കാൻ പറ്റുന്നത് ഇവർക്ക് കിട്ടുന്ന ഒരു പ്രാക്ടീസിന്റെ ബലമാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു ടോപ്പിക് ഞാൻ എടുക്കാൻ കാരണം തന്നെ ഇത് എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. നമ്മളെ തന്നെ എത്രത്തോളം ഹാർഡ്ഷിപ്പ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം നമ്മളെ ടഫാക്കുന്നു, അത്രത്തോളം നമ്മുടെ ലൈഫ് ഈസി ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ വെറുതെ, ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ നോക്കുക, റെഗുലർ ആയിട്ട് നടക്കാനും വർക്കൗട്ട് ചെയ്യാനൊക്കെ പോകുന്ന ഒരാളുടെ ഹെൽത്ത് നോക്കാം. അയാൾക്ക് സമയത്തും ശരിക്കും അയാളോട് ചെയ്യുന്ന ടഫാണ് അല്ലേ? രാവിലെ എഴുന്നേൽക്കണം. പിന്നെ ബാക്കി എല്ലാ ആൾക്കാരും 5 മണി 6 മണി വരെയൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ പറയുന്ന രാവിലെ എഴുന്നേറ്റ് വർക്കൗട്ടിന് പോകുന്ന ഒരാള് നേരത്തെ എഴുന്നേൽക്കണം. നേരത്തെ എഴുന്നേറ്റ് ഒരു ജിമ്മിലാണെങ്കിൽ ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ
വേറെ എവിടെയെങ്കിലും എക്സസൈസിന് അവിടെ പോകണം, അവിടെ ചെന്ന് ഈ വെയിറ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ പൊക്കി, ഇല്ലേ എന്തൊരു പാടാണ്. ഞാൻ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ഒരാളാണ്, ജിമ്മിൽ പോകുന്ന ഒരാളാണ്. അപ്പൊ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വലിയ ഈസി ഒന്നുമില്ല. നമ്മളവിടെ ചെന്ന് വർക്കൗട്ട് ഒക്കെ തുടങ്ങി കഴിയുമ്പോൾ ഇല്ല ഉള്ളതിൽ ഏറ്റവും വലിയ വെയിറ്റ് എടുത്തിരുന്നിട്ട് പൊക്കിക്കൊള്ളാനൊക്കെ പറയും. അപ്പൊ നമ്മളവിടെ നിന്ന് ഡെയിലി നമ്മള് എന്താ പറയാ സ്ട്രഗിൾ ആണ്. ഈ സാധനമൊക്കെ പൊക്കാനൊന്നും അത്ര ഈസി ഒന്നുമല്ല. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇപ്പം എന്റെ ബോഡിയിൽ ആ ട്രാൻസ്ഫോർമേഷൻ കാണാൻ പറ്റും. നമ്മൾ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ തളപുടുന്ന് വരുന്ന നമ്മൾ കുറച്ചും കൂടി ഫിസിക്കലി ഫിറ്റ് ആവും. അതിനേക്കാൾ ഉപരി നമുക്ക് എവിടെയെങ്കിലും ഒക്കെ കയറാനോ ഇറങ്ങാനോ, മുട്ടിനൊക്കെ വേദന ഉണ്ടായിരുന്നു, അപ്പൊ മുട്ടിനൊക്കെ വേദന കുറഞ്ഞു. അപ്പൊ നമ്മളൊരു 40 ഒക്കെ ആയ സമയത്ത്, ഇപ്പൊ ഈ സമയത്താണ് ഞാൻ എൻ്റെ ഒരു വെയിറ്റ് ട്രെയിനിങ്ങോ കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പൊ നമ്മള് ഹാർഡ്ഷിപ്പാണ് നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്നത്. പക്ഷെ ആ ബോഡി നമ്മളെ ഫിറ്റ് ആകും. പിന്നെ നമുക്ക് ഒരു അസുഖം വന്ന് നമ്മളിങ്ങനെ കിടക്കേണ്ടി വരില്ല. ഇപ്പം ഒരു കാര്യം നോക്കട്ടെ, നമ്മളിപ്പോ ഫ്രണ്ട്സ് ആയിട്ട് പാർട്ടിക്ക് പോകുന്നു, ഞാനൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ആലോചിച്ച് പോകുന്നു, നല്ല കുഴിമന്തി മറ്റേ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് അട്രാക്ഷൻ ഉണ്ട്. നമ്മളിതെല്ലാം വലിച്ചു വാരി തിന്നു. എന്താ സംഭവിക്കുന്നത്? നമ്മൾ വളരെ ഈസിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്, അടിപൊളിയാണ് എല്ലാം ചെയ്യുന്നത്. നമ്മളെ തന്നെ നമ്മൾ ഡാമേജ് ചെയ്യണം. അതിനോട് നോ പറയാൻ ഇറ്റ്സ് വെരി ഹാർഡ്. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിള് നമ്മൾ പറയുന്നതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ എത്രത്തോളം നിങ്ങളിൽ വർക്ക് ചെയ്യുന്നു, അതായത് പീസ് ടൈമിൽ, അതായത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്നു, അത്രത്തോളം നിങ്ങളുടെ ലൈഫ് ഈസിയർ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്കറിയാം അബ്ദുൽ കലാം ഒക്കെ മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ അദ്ദേഹം എന്താ പറയാ നടക്കാൻ പോയിട്ടുണ്ട്. ഡെയിലി ഇപ്പൊ ലോകത്തിന്റെ എവിടെയാണെങ്കിലും ഉറങ്ങാൻ പറ്റിയില്ലെങ്കിലും രാവിലെ എഴുന്നേറ്റ് പുള്ളി നടക്കാൻ പോകും. ഒരു 30 to 50 minutes ഡെയിലി വാക്കിംഗ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ മരണം വരെ ഏറ്റവും ഹെൽത്തി ആയിട്ട് നിൽക്കുകയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണാണ് മരിച്ചത്. എന്തായാലും മരിക്കണം, പക്ഷെ എങ്ങനെ മരിക്കണം? ഈ പറഞ്ഞ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, നമ്മളിങ്ങനെ ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളൊക്കെ കുറെ മേടിച്ച്, പിന്നെ കിഡ്നി പോയി, ലിവർ പോയി, ജീവിതം മൊത്തം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് മരിക്കണോ അതോ ഹാർഡ്ഷിപ്പിൽ നിന്ന് മരിക്കണോ? അതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ബിസിനസ്സുകാരൻ, ആ ബിസിനസ്സുകാരൻ ഉറക്കമൊളിച്ച് ഹാർഡ് വർക്ക് ചെയ്തൊക്കെ ചെയ്തതിന്റെ ബെനിഫിറ്റ് ആണ് ഇന്ന് അദ്ദേഹം അനുഭവിക്കുന്ന ലക്ഷങ്ങളും കോടികളൊക്കെ. ഇന്നലെ ഞങ്ങള് കമ്പനിയുടെ ഒരു ആവശ്യത്തിന് പോയി വരുന്ന സമയത്ത് മലപ്പുറത്തുള്ള ഒരു സൂഫിയാൻ എന്ന് പറഞ്ഞ ഒരു ആളെ കുറിച്ച്, ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോയും കണ്ടിട്ടില്ല, അദ്ദേഹത്തിനെ കുറിച്ച് അടുത്തറിയില്ല. പക്ഷെ എന്റെ കൂടെയുള്ള എന്റെ കൊളീഗ് അയാളെ കുറിച്ച് പറഞ്ഞു. സൂഫിയാൻ എന്ന് പറയുന്ന വ്യക്തി കടയിൽ, പച്ചക്കറി കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുത്തിരുന്ന ഒരു ആളാണ്. കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കണം. അപ്പൊ അവരുടെ വീട്ടിൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്തതുകൊണ്ടാണ് ഈ കടയിൽ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു അവിടെ കിടന്ന്. അപ്പൊ പുള്ളിക്കാരൻ അവരുടെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, പൈസ ഇല്ലാത്തതുകൊണ്ട് മുസ്ലിംസിൽ പ്രത്യേകിച്ച് എല്ലാവരെയും വിളിക്കും, പക്ഷെ ഇവരൊന്നും അത്ര ഈ പറഞ്ഞ ഒരു പരിപാടിക്ക് പോലും വിളിക്കില്ല. കാര്യം ഇവരുടെ ഡ്രസ്സ് മോശമായിരിക്കും, ഇവർക്ക് നല്ല ഡ്രസ്സ് ഇടാനില്ല. അപ്പൊ ഇവരെ കണ്ടുകഴിഞ്ഞ ബന്ധുക്കൾ പോലും ഇവരെ പരിപാടിക്ക് വിളിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഇയാള് പച്ചക്കറി കടയിൽ നിന്ന് അദ്ദേഹം കടക്കാരൻ ഒരു ദിവസം മാർക്കറ്റിൽ എന്തോ ഒരു ബോക്സ് മറന്നുപോയി. അപ്പൊ അത് എടുക്കാൻ വേണ്ടി ഇവനെ വിടുന്നു. ഇവന്റെ നല്ല പെരുമാറ്റവും സ്മാർട്ട്നെസ് ഒക്കെ കണ്ടിട്ട് ആ മുതലാളി പറഞ്ഞാ, നമുക്ക് ഇതിലും വില കുറവിന് നമുക്ക് എന്താ പറയാ മൈസൂരും അവിടെ ഇവിടെയൊക്കെ പച്ചക്കറി കിട്ടും, നീ എന്റെ കൂടെ നിന്നാ മതി, നമുക്ക് ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സാണ്. അങ്ങനെ അവര് ഒരുമിച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ബിസിനസ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്ക് അറിയായിരിക്കും, കുറച്ചു പേർക്കെങ്കിലും ഡയറക്ടർ അറിയായിരിക്കും സൂഫിയാൻ എന്നുള്ള വ്യക്തിനെ. എന്നിട്ട് കൊറോണ സമയത്ത് 200 കണ്ടെയ്നേഴ്സ് ആണ് പുള്ളിയുടെ ഫുഡ് സാലറിലൂടെ. അദ്ദേഹം ഒരു എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങി. ഇന്ന് കോടിക്കണക്കിന് രൂപയാണ്. അപ്പൊ അതുപോലെ അത്രയും സ്വെറ്റ് ചെയ്ത കഷ്ടപ്പെട്ട ഒരാൾക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് ആണ്. അപ്പം ഞാൻ ഇതിലെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു ടോപ്പിക് എടുത്തപ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് വന്ന ഒരാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അദ്ദേഹമാണ് ആരാണ്? ഉസൈൻ ബോൾട്ട്. ഉസൈൻ ബോൾട്ടിന്റെ ഒരു വീഡിയോ ഉണ്ടാക്കും. 9.58 സെക്കൻഡിൽ 100 മീറ്റർ ഓടി തീർക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജസ്റ്റ് ഒരു പ്രാക്ടീസ് വീഡിയോ നമുക്ക് കാണാം. Usain Bolt said, I trained 4 years to run 9 seconds. Work is behind the scenes. Competition is the easy part. We've never, of course, seen a 9.5. 9.6 Usain Bolt. 9.7 Asafa Powell. 9.7 Tyson Gate. There's the start, and Bolt got a good one. And Gay's right with him, and so's Asafa Powell. Bailey's there too. But here's Bolt. Bolt charging to the front. Gay's coming, but can't catch him. Usain Bolt. Look at the time. 9.58 world record. സോ ഉസൈൻ ബോൾട്ടിനെ അറിയാം, വലിയ സാമ്പത്തികമൊന്നുമില്ലാത്ത ദരിദ്ര രാഷ്ട്രത്തിൽ നിന്നാണ് ഇദ്ദേഹം വരുന്നത്. എനിക്ക് തോന്നുന്നു ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോയി കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഫാസ്റ്റ് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ കോച്ചാണ് പറഞ്ഞത്, എന്തുകൊണ്ട് നിനക്ക് ഈ പറഞ്ഞ ഓട്ടത്തിൽ മത്സരിച്ചുകൂടാ? ഏകദേശം 4 വർഷമാണ്
ഒരു 100 മീറ്റർ ഓടാൻ വേണ്ടി അദ്ദേഹം പ്രാക്ടീസ് ചെയ്തത് 4 വർഷമാണ്. 4 വർഷത്തെ റിസൾട്ട് അല്ല, പ്രാക്ടീസ് ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. 9.58 സെക്കൻഡിൽ ഓടിത്തീർത്ത് ലോകം കണ്ടു. നമുക്കറിയുന്ന പ്രമുഖ ബ്രാൻഡിന്റെ അംബാസിഡർ ആണ്. ഒരു ഫെസിലിറ്റി ഇല്ലാതെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഒളിമ്പിക്സ് മെഡൽ നേടിയത്. ഇന്ന് അദ്ദേഹം ട്രെയിൻ ചെയ്യുന്ന വർക്ക്ഔട്ട് ചെയ്യുന്നതൊക്കെ വലിയ അമേരിക്കയുടെ ഒക്കെ ഏറ്റവും വലിയ ടോപ്പ് ക്ലാസ് മൾട്ടി ജിമ്മിലൊക്കെയാണ് അദ്ദേഹം വർക്ക്ഔട്ട് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ലെവൽ ഇറ്റ് വാസ് 0. ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നാണ് അദ്ദേഹം ഈ പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് വന്നത്. അപ്പം നമ്മൾ എന്തുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മൾ എന്തുകൊണ്ട് നമ്മളെ തന്നെ കുറച്ചും കൂടി റിജിഡ് ആക്കണം എന്നുള്ളത് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മൾ എത്രത്തോളം നമ്മോട് ഈസി ആവുന്നു, എത്രത്തോളം നമ്മളെ തന്നെ പോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു, അത്രത്തോളം നമ്മുടെ ലൈഫ് ഹാർഡ് ആവും. ഇപ്പൊ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇപ്പം ദിവ്യ പോലെ ഒക്കെ അങ്ങനെ കുറെ പേരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കണം ഈ ഒന്നും അടുത്ത് നീ വർക്ക് ചെയ്യണ്ട എന്ന് വെച്ചാൽ ഇന്നത്തെ വർക്ക് അവിടെ കിടക്കും, നാളത്തെ വർക്ക് ഉണ്ടാവും. അപ്പൊ ഈ 2 വർക്കും കൂടി വരുമ്പോൾ എക്സ്ട്രീം സ്ട്രെസ്സും പ്രഷറും ഒക്കെ വരും. ഇന്നത്തെ വർക്ക് ഇന്ന് തീർക്കാം, ഇന്ന് എക്സസൈസ് ചെയ്യണ്ട, ഓക്കെ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. നാളെ എക്സസൈസ് ചെയ്യണ്ട, അപ്പൊ നാളെ തീരെ മടിയായിരിക്കും. അപ്പൊ ഇന്ന് നമുക്ക് ഈ ഭക്ഷണം കഴിക്കാം. ഞാനൊക്കെ സ്ഥിരമായിട്ട് ഡയറ്റിൽ ഞാൻ ഫെയിൽ ആവേണ്ട ഒരു റീസൺ ആണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക് എടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത് നിങ്ങളെക്കാളും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത് ഞാനാണ്. കാരണം പലപ്പോഴും നമ്മൾ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞെടുക്കും, പക്ഷെ നമ്മൾ ചെന്ന് നല്ല ഫുഡാണെന്ന് പറയും, ഇന്നും കൂടി കഴിക്കാം, കുഴപ്പമില്ല, ടേസ്റ്റ് അല്ലേ. നമ്മളിപ്പോ ചോക്ലേറ്റ്സ് കഴിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ആരെങ്കിലും ആ സമയത്ത് കൃത്യമായിട്ട് ചോക്ലേറ്റ് കൊണ്ടുവരും. അപ്പൊ നമ്മൾ ഇന്നും കൂടി കഴിക്കാം, കുഴപ്പമില്ല, നാളെ പോലെ. ഈ നാളെ നീളെ ഇറ്റ് ടേക്സ് മീ എ ലോങ് ടൈം എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്രത്തോളം നമ്മളോട് ഹാർഡ് ആവാൻ പറ്റുന്നോ അത്രത്തോളം നമ്മുടെ ലൈഫും നമ്മുടെ റിസൾട്ടും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വരും. ഇത് എന്തിനാണ് ദ സയൻസ് ഓഫ് ഡിസിപ്ലിൻ ആൻഡ് ഹാർഡ്ഷിപ്പ്? എന്തുകൊണ്ടാണ് നമ്മൾ ഡിസിപ്ലിൻ ആണോ ഹാർഡ്ഷിപ്പ് ആണോ? ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ദ ബ്രെയിൻ സ്ട്രെങ്തൻസ് ത്രൂ റിപ്പീറ്റഡ് സ്ട്രഗിൾ ആൻഡ് അഡാപ്റ്റേഷൻ. നമ്മൾ എത്രത്തോളം നമ്മളെ ഹാർഡായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ സക്സസ് കൂടുതലായിരിക്കും. ഞാൻ പലപ്പോഴും എൻ്റെ ഒരു എക്സാമ്പിൾസ് പറയാറുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ എൻ്റെ മൈ സ്റ്റോറിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ്. അതായത് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ ഒരു ക്ലാസ് പോലും എടുക്കാൻ പറ്റാത്ത അത്രയും തീരെ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് വന്നതാണ്. ഞാൻ പറഞ്ഞു എൻ്റെ ലൈഫ് ഏറ്റവും കൂടുതൽ മാറ്റിയത് ഗൾഫ് ലൈഫാണ്. ആ ഗൾഫ് ലൈഫിൽ ഞാൻ അതുവരെ സ്ട്രഗിൾസും ചേഞ്ചസും ഒന്നും ഇല്ലാതിരുന്നു. ഞാൻ ഏറ്റവും ഹാർഡ്ഷിപ്പ് ടൈംസിലൂടെയാണ് ഞാൻ ഗൾഫിൽ കടന്നുപോയത്. അത് എന്നെ സംബന്ധിച്ച് ഇതിലും ഹാർഡ്ഷിപ്പായിട്ട് കടന്നുപോയ ആൾക്കാരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മെന്റൽ സ്ട്രെയിൻ ഞാൻ എടുത്തത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ എൻ്റെ ലൈഫിൽ ഞാൻ എടുത്തത്, ഇതെല്ലാം ഇറ്റ് വാസ് ടഫ് ടൈം. ഇന്ന് എനിക്ക് അതിനകത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഐ ഫീൽ റിയലി ഹാപ്പി ബിക്കോസ് ഓഫ് ദാറ്റ് ബാഡ് എക്സ്പീരിയൻസ്. ദാറ്റ് മേഡ് മീ ദ ഓസ്റ്റിൻ വിച്ച് യു സീ നൗ. ഇപ്പോഴും ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളൊന്നും പെർഫെക്റ്റ് ആയിട്ടില്ല. ഇനിയും എനിക്ക് ഒരുപാട് ഹാർഡ്ഷിപ്സ് എടുക്കാറുണ്ട്. ഇപ്പൊ നമ്മളൊരു കംഫർട്ട് സോണിലേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ബ്രേക്ക് ചെയ്ത് വീണുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. ഇപ്പൊ ഞാൻ ആലോചിക്കണം, ഇപ്പൊ ഞാനൊരു കമ്പനിയുടെ ഞാൻ അറിയാലോ ജനറൽ മാനേജറാണ്. ഇപ്പം തിങ്കളാഴ്ച സൺഡേ ഞാൻ ഡൽഹി പോവാണ്. പിന്നെ എന്താ പറയാ, നെക്സ്റ്റ് വീക്ക് ഒരു 5 days ദുബായിലാണ്. പിന്നെ അത് കഴിഞ്ഞൊരു 3 ദിവസം ബഹ്റൈനിൽ പോവാണ്. സോ ഇറ്റ് വാസ് മൈ ഡ്രീം ലോങ് ബാക്ക്, ലൈക്ക് ബിസിനസിന് വേണ്ടിയിട്ടൊക്കെ എന്താ പറയാ ലോകം മുഴുവൻ യാത്ര ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, ഞാൻ ട്രെയിനിങ്ങിനൊക്കെ എടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എൻ്റെ ഒരു ഡ്രീമായിട്ട് എഴുതിയിരുന്നതാണ് ലോകം മുഴുവൻ യാത്ര ചെയ്യുക, ആ യാത്ര ചെയ്യുന്ന കാശ് വേറെ ആരെങ്കിലും എടുക്കുക, ഞാൻ പോകുന്നതിന് എനിക്ക് പൈസ കിട്ടുക. ഇതായിരുന്നു എൻ്റെ ഡ്രീം. വളരെ സിമ്പിൾ ഡ്രീം അല്ലേ? യാത്ര ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമാണ്. ആ യാത്രയുടെ കാശ് ആരെങ്കിലും എടുക്കണം, ഞാൻ പോകുന്നതിന് എനിക്ക് കാശും തരണം. ഇറ്റ് വാസ് മൈ ഡ്രീം. സോ ദാറ്റ് ഈസ് ഹാപ്പനിങ്. ലൈക്ക് ഞാൻ എൻ്റെ ഈ വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു 1-2 കൺട്രീസും കൂടി നമ്മുടെ പോയ കൺട്രീസ് ആഡ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ഞങ്ങളുടെ കമ്പനിയുടെ ഒരു മീറ്റപ്പ് വരുന്നത് ബഹ്റൈനിലാണ്. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ 10 വർഷമായി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ സൗദി അറേബ്യയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു കൺട്രിയും കൂടെ ആഡ് ചെയ്തു. അപ്പം ഞാൻ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് എടുത്ത ഹാർഡ്ഷിപ്പിനുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്നത് എനിക്ക് ഇപ്പോഴാണ്. അപ്പൊ അത് ഞാനിപ്പോ ആലോചിക്കുക, കുറച്ചും കൂടി അധികം ഹാർഡ്ഷിപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ ബോണസും ബെനിഫിറ്റ്സും ഒക്കെ ഇതിലും കൂടുതലായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണിച്ചു തന്നു. ഇദ്ദേഹത്തിന്റെ പേര് മൈക്കൽ ഫെൽപ്സ് എന്നാണ്. ഇദ്ദേഹം 28 ഒളിമ്പിക് മെഡൽ നേടിയിട്ടുണ്ട്. മൈക്ക് ഫെൽപ്സ് ഇദ്ദേഹം അമേരിക്കക്കാരനാണ്. ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ
23 ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ. 28 മെഡലിൽ 23 ഗോൾഡാണ്. ഇദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം 365 ദിവസവും പ്രാക്ടീസ് ചെയ്യും. 365 ഡേയ്സ്. നോട്ട് ഈവൻ എ സിംഗിൾ ഡേ പുള്ളി പ്രാക്ടീസ് മുടക്കില്ല. അതിപ്പോ പുള്ളിക്ക് ഇഞ്ചുറി പറ്റിയാലും ഇല്ലെങ്കിലും ഹി വിൽ ബി ഓൺ ദി ബാറ്റ്. ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് നടക്കുന്ന ഒരു സംബന്ധിച്ച് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ ഒരു ബ്രെയിൻ ഫംഗ്ഷൻ നടക്കും. നമ്മൾ ഒരു കാര്യം ഹാർഡറായിട്ട് ഡെയിലി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അത് അഡാപ്റ്റ് ചെയ്യും. ഞാൻ എപ്പോഴും ജിം വർക്കൗട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ജിമ്മിൽ ചെല്ലുന്ന സമയത്ത് ജീവിതത്തിൽ 1 കിലോ പോലും വെയിറ്റ് വെക്കാത്ത ഒരാളായിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. ഇന്ന് അവിടുത്തെ ഞങ്ങളുടെ ജിമ്മിൽ, എല്ലാ ജിമ്മിലും വെച്ച് നോക്കുമ്പോൾ പറയാൻ ഞങ്ങളുടെ ജിമ്മിൽ സാധാരണക്കാരെ ആൾക്കാർ വരുന്നതാണ്. അവിടെ ഏറ്റവും കൂടുതൽ വെയിറ്റ് എടുത്ത് ട്രെയിൻ ചെയ്യുന്ന ഒരാളെ ഞാനാണ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഹാപ്പൻസ് വിത്തിൻ എ ഇയർ. ഓരോ ദിവസവും നമ്മൾ ചെറിയതായിട്ട് വെയിറ്റ് ഒക്കെ കൂട്ടി ഇന്ന് നമുക്ക് എത്ര കിലോ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്കത് മാറാൻ പറ്റും. അപ്പോ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നടക്കും. മസിൽ ഗ്രോത്ത് അനാലജി നമ്മൾ വെച്ചാൽ ഇപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും നമ്മൾ എന്താ പറയാ അത് നമ്മളെ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യും. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഹാർഡ്ഷിപ്സിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. ഒരു പരീക്ഷണം കൂടി ഞാൻ നിങ്ങളോട് പറയാം. എന്തുകൊണ്ട് നമ്മൾ ഇപ്പൊ സ്ട്രഗിൾ ചെയ്യണം നാളത്തെ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, മാഷ്മെല്ലോ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മാഷ്മെല്ലോ സ്റ്റഡി എനിവൺ? റിയസോനോ ഒക്കെ അടിക്കുന്നു പറഞ്ഞോന്ന് അറിയണം. മാഷ്മെല്ലോ സ്റ്റഡി നോ, ഒരു നോ കിട്ടി എനിക്ക്. പിന്നെ ഓക്കെ മാഷ്മെല്ലോ സ്റ്റഡി എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. മാഷ്മെല്ലോ എന്ന് പറഞ്ഞൊരു മിഠായിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ, അതായത് ഒരു 5, 6, 7 വയസ്സൊക്കെ ഉള്ള ഏറ്റവും മിഠായിയോടൊക്കെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ള കുട്ടികളെ ഒരു റൂമിലിരുത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു നിറയെ എന്താ പറയാ നിറയെ മിഠായി, മാഷ്മെല്ലോ മിഠായികൾ ടേബിൾ മുഴുവൻ വെതറി. അവർക്ക് എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷെ കണ്ടീഷൻ ഇതാണ്, ബെല്ലടിക്കുന്നവരെ അതിൽ നിന്ന് ഒരു മിഠായി പോലും കഴിക്കാത്തവർക്ക് ഒരു വലിയ സമ്മാനം ഉണ്ടാവും. എന്നുവെച്ചാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റി ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള മിഠായികൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ കുട്ടികളെ മുഴുവനും ആ റൂമിലേക്ക് കയറ്റിയിട്ട് ഫസ്റ്റ് ബെല്ലടിച്ചു. അത് കഴിഞ്ഞ് പറഞ്ഞു ഇനി ഈ മിഠായി നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുത്തു കഴിക്കാം, പക്ഷെ ഇത് നിങ്ങൾ എടുക്കാതിരുന്ന നമ്മൾ സമയമൊന്നും അവരോട് പറഞ്ഞില്ല. ഇത്ര സമയത്തിനുള്ളിൽ എടുക്കുക മീൻസ് ഞങ്ങൾ ബെല്ലടിക്കുന്നവരെ ഇതിൽ നിന്ന് ഒരു മിഠായി പോലും എടുത്ത് കഴിക്കാത്തവർക്ക് there will be some gratitude. നിങ്ങൾക്കറിയാം കുട്ടികളുടെ സ്വഭാവം അറിയാം. ഇതൊക്കെ കുട്ടികളോട് പറഞ്ഞു ഇരുത്തി. കുട്ടികൾ ഇങ്ങനെ ഇരുന്നു. 1 മിനിറ്റ് കഴിഞ്ഞു, 2 മിനിറ്റ് ആയിരുന്നു. ആ മിഠായിയുടെ ടേസ്റ്റ് ഒക്കെ അവരെങ്ങനെ എന്താ പറയാ വായലൊക്കെ ടേസ്റ്റ് ഒക്കെ വന്ന് ഒരാൾ ഒരു മിഠായി എടുത്തു, അവൻ എടുക്കുന്നുണ്ടപ്പോ അടുത്ത മിഠായി എടുത്തു. കാര്യം എത്ര മിഠായി വേണമെങ്കിലും എടുത്ത് കഴിക്കാം. പതുക്കെയുള്ള പിള്ളേര് മിഠായിസൊക്കെ എടുത്താൻ തുടങ്ങി. പക്ഷെ 3, 4, 5 കുട്ടികൾ മാത്രം ആ ഗ്രൂപ്പില് ഒരു മിഠായി പോലും അണ്ടിൽ ബെല്ലടിക്കുന്നവരെടുത്തില്ല. അവരെ ബെല്ലടിച്ചു, അവരെ മാത്രം വിന്നേഴ്സ് ആയിട്ട് പ്രഖ്യാപിച്ചു. അവർക്ക് വലിയൊരു സമ്മാനം അവർ കൊടുത്തു. ഒരു ബഞ്ച് ഓഫ് മിഠായികളും പ്ലസ് ഒരുവിധം ക്യാഷ് പ്രൈസ് ഒക്കെ കൊടുത്തു. കാര്യം ഇറ്റ്സ് എ റിവാർഡ്. ഇതല്ല ചെയ്തത്, ഇതൊരു പരീക്ഷണമാണ്. പക്ഷെ ഇതിനകത്ത് ചെയ്തൊരു കാര്യം വെച്ചാൽ ഈ കുട്ടികളെ ഒരു 10 വർഷങ്ങൾക്ക് ശേഷം ഇവരെ പഠനം നടത്തി. എങ്ങനെയാണ് ലൈഫിൽ ഈ എല്ലാ കുട്ടികളെയും ഈ പെട്ടെന്ന് കണ്ടപ്പോ മിഠായി എടുത്ത് തിന്നവരെയും മിഠായി എടുത്ത് തിന്നാത്തവരെയൊക്കെ പഠനം നടത്തി കഴിഞ്ഞപ്പോ അവർ കണ്ട ഏറ്റവും വലിയൊരു പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് ആ മിഠായി കഴിച്ചുള്ള ആ ഒരു എക്സ്പീരിയൻസിനെ വേണ്ടെന്ന് വെച്ച കുട്ടികൾ ജീവിതത്തിൽ ഒരുപാട് സക്സസ് ആയതായിട്ട് അവർ കാണാൻ പറ്റും. അവരവരുടെ ലൈഫിൽ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് ഈ പിള്ളേര് ലൈഫിൽ ഭയങ്കര നല്ല പൊസിഷൻസിലേക്ക് വരികയും അവർ ഏറ്റവും ടോപ്പ് ക്ലാസ് പെർഫോമേഴ്സ് ആയിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഇതൊരു ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോ കേട്ടാവുന്ന ഒരു സാധനം. ഇത് പലപ്പോഴും ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇതൊരു അറിയാതെയും അറിഞ്ഞ് ഇതൊരു പ്രാക്ടീസ് നടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ നൊയമ്പൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മക്കളോട് അവര് തന്നെ പറഞ്ഞതാണ്, ഒരു ദിവസം അവർക്കറിയാലോ സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നൊയമ്പൊക്കെ നടക്കുന്ന സമയത്ത് പറയും, കുട്ടികളോട് പറയും നിങ്ങൾ മിഠായി കഴിക്കാതിരുന്ന നിങ്ങൾക്ക് സമ്മാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആദ്യകാലത്തിലൊക്കെ സമ്മാനം ഉണ്ടെന്ന് പറയുമായിരുന്നു. പക്ഷെ ഇപ്പോ സമ്മാനം എന്ന് പറയണ്ട. ഒരു നൊയമ്പ് ഞങ്ങളുടെ ഒരു ഫാസ്റ്റിംഗ് തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ലെൻ ടൈം കഴിഞ്ഞാല് എന്റെ മക്കള് 4 പേരും മിഠായിട്ടേ കഴിക്കൂല. ഇവരിങ്ങനെ ഒരു ഫ്രിഡ്ജിൽ ഒരു വലിയ ബോക്സ് വെച്ചിട്ട് ഈ മിഠായികളൊക്കെ കളക്ട് ചെയ്യും. ആരെന്തുകൊണ്ട് മിഠായി കൊടുത്താലും ഇവര് കഴിക്കില്ല. ഈ മിഠായി ഞാനും സർപ്രൈസ് ആയി. കാര്യം എന്നെ കൊണ്ട് പറ്റൂല. നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് തരുമ്പോൾ നമ്മൾ കഴിക്കും. കാര്യം ചെറുപ്പത്തിലെ അവർ ശീലമായതുകൊണ്ടാണ്. അവർ ആ മിഠായി ഒരു നെക്സ്റ്റ് ഫോർ 25 days അല്ലെങ്കിൽ ഒരു 50 days അവർ കഴിക്കൂല.
കഴിക്കാതിരുന്നിട്ട് അവർക്ക് ഒരുമിച്ച് ഈ മിഠായി മുഴുവനും ഇതിങ്ങനെ വലിച്ചിടും. അത് നമുക്കും തരും, അവരും തിന്നും, എല്ലാവരും കഴിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് ഒക്കെ ആദ്യകാലങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ഗിഫ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദേ ഹാവ് പ്രാക്ടീസ്. അപ്പോ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് നമ്മുടെ ഒരു ഇതിനകത്ത് വരും. ദാറ്റ് വിൽ ഗീവ് മോർ ബെനിഫിറ്റ്സ് ഓഫ് ഇറ്റ്. ഇപ്പൊ ഷുഗർ വരുന്ന ഒരാൾ, അയാൾക്ക് മധുരം കണ്ട കഴിക്കണമെന്ന് അവസാനം ഭയങ്കര ആഗ്രഹമായിരിക്കും. പക്ഷെ ആ മധുരത്തെ പുള്ളി ഒഴിവാക്കി കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു മെഡിസിൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആ ഗ്രാറ്റിഫിക്കേഷൻ കിട്ടും ആ മധുരം കഴിക്കുമ്പോൾ. പക്ഷെ ആ മധുരത്തെ അദ്ദേഹത്തിന് ഒഴിവാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കഴിക്കുന്നത്, അതല്ലെങ്കിൽ കാർബും ഷുഗർ ആയിട്ടുള്ള സാധനങ്ങൾ പുള്ളി കുറേ ദിവസങ്ങൾ ഇങ്ങനെ ഒഴിവാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതേ പുള്ളിയുടെ മരുന്നിന്റെ അളവ് കുറച്ചുകൊണ്ടുവരാം. നമ്മുടെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നത്, നല്ല ചോറ്, അറിയാം ഷുഗറിന് ചോറ് നല്ലതല്ലെന്ന് അറിയാം, പക്ഷെ കുറെ ചോറ് അങ്ങ് കഴിക്കും, എന്നിട്ട് ഒരു ഗുളിക കൊണ്ട് കൂടുതൽ കഴിച്ചാൽ മതിയോ. സോ അവിടെ ഗ്രാറ്റിഫിക്കേഷൻ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. ഫലത്തിൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഷുഗറിനെ കൂട്ടുന്നു, അത് കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കുന്നു, ഷുഗർ ഒരിക്കലും മാറുന്നില്ല. ഫൈനലി എന്താ സംഭവിക്കുന്നത്, നമ്മൾ നിത്യരോഗികളായിട്ട് മാറാണ്. അപ്പൊ എന്തിന് നമ്മളപ്പോ ഒരു ഹാർഡ്ഷിപ്പും ഡിസിപ്ലിനും നമ്മളെ ലൈഫിൽ എടുത്തു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ലൈഫിൽ ഒരുപാട് സക്സസ് ഉണ്ടാവും. ഇലോൺ മാസ്കിനൊക്കെ എനിക്ക് ഭയങ്കര വലിയ കോടീശ്വരനാണ്, ഒരുപാട് സംഭവം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തെ എഫേർട്ട് നോക്കുമ്പോൾ പുള്ളിയുടെ ലൈഫ് ഇപ്പൊ ഈസിയാണ്. ഇപ്പൊ അമേരിക്ക കൺട്രോൾ ചെയ്യുന്ന അദ്ദേഹമാണ്. ഈവൻ വീക്കില് 100 hours ആണ് ഒരു വീക്കിൽ അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. 23 hours ഒക്കെ വർക്ക് ചെയ്ത ദിവസമുണ്ട്. 2 മണിക്കൂറൊക്കെ മാത്രം കിടന്നു തുടങ്ങിയിട്ട് ഈ ടെസ്ലയും അതുപോലെ തന്നെ സ്പേസ് എക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹി വർക്ക് ലൈക്ക് എനിത്തിങ്. അപ്പൊ അത് ഈവൻ അവരുടെ എക്സ് പാർട്ട്നേഴ്സ് പോലും സമ്മതിക്കും. ഹി സോ മച്ച് ഡെഡിക്കേറ്റഡ് ടു ഡു സംതിങ്. അപ്പൊ നമ്മള് ഒന്നും വെറുതെ ഉണ്ടാവുന്നതല്ല, ഒന്നും വെറുതെ ഉണ്ടാവുന്നതല്ല. അപ്പൊ നമ്മൾ ആ വെറുതെ ഉണ്ടാവാത്ത കാര്യത്തിന് നമ്മളെ തന്നെ കൊടുക്കാൻ പറ്റണം. അല്ലാതെ മറ്റുള്ളവരുടെ സക്സസ് കണ്ട് നമ്മൾ എന്താ പറയാ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇത് ഈ പറഞ്ഞ ഹെൽ വീക്കിലെ ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ്. വലിയ തടി എടുത്തിട്ട് ഇത്രയും പേര് മറ്റേ പുഴയിൽ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവിടണം. ഇതുപോലെ തന്നെ കോൾഡ് ഷവർ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതില് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മുടെ ലൈഫ് എങ്ങനെ ഈസി ആക്കണമെന്ന് വെച്ചാൽ നമുക്കൊരു മെന്റൽ ടഫ്നെസ് വരും. നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു സംഭവമല്ല എന്നുള്ള രീതിയിലേക്ക് വരും. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഇതുപോലെ ഗൾഫിലായിരിക്കുന്ന സമയത്ത് ഒരു പോലീസ് സ്റ്റേഷനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ എന്റെ ബോസ് എപ്പോഴും നമുക്ക് ശമ്പളം തരില്ല, നമ്മളെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യും, പീഡിപ്പിക്കും. അങ്ങനെയൊക്കെ വന്ന് അവസാനം ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരു ചെറിയ സിറ്റുവേഷൻസ് വന്നാലും എനിക്കതൊരു വിഷയമുള്ള കേസല്ല. ഇറ്റ്സ് ഈസി, ലൈക്ക് ഇത്രയൊന്നുമില്ല, ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ എന്താണ്. അപ്പൊ നമുക്കൊരു മെന്റൽ ടഫ്നെസ് വരും എന്നുള്ളതാണ് ഇപ്പൊ ഉള്ളത്. പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യുന്ന വെച്ചാൽ നമ്മളെ തന്നെ ഇങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം ഇത് ഞാൻ 1-2 പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ഇനിയും പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാവർക്കും അറിയാൻ നല്ല തണുപ്പാണ്. എത്ര പേര് തണുത്ത വെള്ളത്തിൽ രാവിലെ തന്നെ കുളിക്കാൻ പറ്റും? കോൾഡ് ഷവർ, ഐസൊക്കെ ഇട്ട് കുളിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും. ഐസൊക്കെ ഇട്ട് ആരെങ്കിലും കുളിക്കുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ തന്നെ ടഫാക്കാനും നമ്മുടെ മെന്റൽ ടഫ്നെസ് കൂട്ടാനും വേണ്ടിയിട്ട് നമുക്ക് ഡിസ്കംഫർട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മളിപ്പോ എല്ലാവരും കംഫർട്ടുള്ള സാധനങ്ങൾ ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അസുഖം പിടിപ്പിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. ഡിസ്ക്ലെയിമർ ഉണ്ട്. ഓസി സാറ് പറഞ്ഞിട്ട് ഡിസ്ക്ലെയിമർ മറ്റേ ചെയ്യുന്ന റാവു സാറ്, കൃഷ്ണമൂർത്തി സാറ് പറയുന്നുണ്ട് കോൾഡ് ഷവർ ചെയ്യാറുണ്ട്. ഞാൻ ഇതുപോലെ ഊട്ടിയിൽ ചെന്ന് ഞാൻ പറയാലോ, അവിടെ 16 or 15 ഡിഗ്രി ടെമ്പറേച്ചർ ആണ്. അപ്പൊ അവിടെ ചൂടുവെള്ളം അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ ഈ പ്രിൻസിപ്പിൾ കേട്ടുകൊണ്ട് ഞാൻ വിചാരിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ നേരെ ടാപ്പിൽ നിന്ന് വെള്ളം തുറന്ന് നല്ല ഐസ് പോലത്തെ വെള്ളത്തിൽ കുളിച്ചു. ആൻഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അപ്പൊ അവിടെ അന്ന് ഊട്ടിയിൽ കുളിച്ചുകൊണ്ട് ഇപ്പൊ വീട്ടില് നമ്മള് എന്താ പറയാ, നമുക്കിപ്പോ തണുത്ത വെള്ളം ഏത് വെള്ളമാണെങ്കിലും കുഴപ്പമില്ല. കാര്യം വെച്ചാൽ ആ ഒരു മെന്റൽ ടഫ്നെസ് ക്രിയേറ്റ് ചെയ്യും. ചില ആളുകളൊക്കെ അവരെ തന്നെ മെന്റൽ ടഫ് ആക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാല് ഫ്രിഡ്ജിലൊക്കെ ഐസ് വെച്ചിട്ട് ഐസ് കൊണ്ടുവന്നിട്ട് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം എടുത്ത് കുളിക്കും. അപ്പം ഐസ് ഷവർ എന്ന് പറയും, ഐസ് ഷവർ. ചില ആൾക്കാരൊക്കെ വെള്ളത്തിലിരിക്കും. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബോഡിക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും. പക്ഷെ വെൻ വി ഗീവ് ഡിസ്കംഫർട്ട് ടു ദ ബോഡി, നമ്മുടെ മൈൻഡും ടഫാവും, ബോഡി അതിലും ടഫാവും. പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ട്, ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. നമുക്കറിയാം ഈ ബോഡി പെയിൻ ഒക്കെ വരുമ്പോൾ എല്ലാവരും പറഞ്ഞ് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പറയും. പക്ഷെ നിങ്ങൾക്കിപ്പം ഇപ്പൊ എവിടെയെങ്കിലും മസിലിന്റെ എന്തെങ്കിലും ഒരു ഇഞ്ചുറി വരെയോ അല്ലെങ്കിൽ നമ്മൾ വലിയ ജോലിയൊക്കെ എടുത്തിട്ട് വേദന വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഭാഗത്ത് ഐസ് ഇട്ട് വെച്ച് നോക്കിയേ, നിങ്ങളുടെ വേദന പെട്ടെന്ന് പറയും. ചൂടിനേക്കാളും നല്ലത് എപ്പോഴും വേദനകൾ കുറയാനുണ്ട്. ഇപ്പൊ ജോയിന്റ് പെയിൻസ് ഒക്കെ ഉള്ളവര്, ഇത് ഞാനൊരു ഡോക്ടർ അല്ല, അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ സ്വന്തം റിസ്ക് ചെയ്യണേ.
അവസാനം ഇതാണെങ്കിൽ റെക്കോർഡിങ്ങും ആണ്. അവസാനം ഒരു ഹോസ്റ്റൽ സാർ പറഞ്ഞ ഐസി കുളിച്ച് ആകെ പ്രശ്നമെന്ന് പറയുന്നത്. ഡോക്ടറല്ല, പക്ഷെ നമ്മൾ വായിച്ചു കേട്ടുള്ള അറിവുകളാണ്. ഇപ്പൊ ഞങ്ങളുടെ ജിമ്മിലൊക്കെ ഉള്ള നമ്മുടെ ട്രെയിനേഴ്സ് ഒക്കെ അവര് ഇടയ്ക്ക് ഇതുപോലെ വല്ലാതൊക്കെ പെയിനൊക്കെ കൂടുന്ന സമയത്ത് ഈ നമുക്കറിയാലോ ഇവിടെ പോയി കഴിഞ്ഞാൽ ഐസ് മീനിലിടുന്ന ഐസ് കിട്ടും, വലിയ കട്ട ഐസ്, 50 രൂപ 70 രൂപ കണ്ടുള്ളൂ. ഐസ് മേടിച്ചു വന്നിട്ട് ഇവര് ഡ്രമ്മിൽ ഇതെല്ലാം കൂടി പൊട്ടിച്ചിട്ടിട്ട് ഈ ഫുൾ ബോഡി ഡ്രമ്മിലേക്ക് മുക്കി ഐസ് ഷവർ ചെയ്യും. നൗ ദർ ഈസ് എൻ ഐസ് ബാത്ത്. വെരി ഗുഡ്, താങ്ക് യു സർ. അപ്പോ ഈ സാധനം ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള കുറെ ഇഞ്ചുറീസ് ഒക്കെ പോകുന്ന പറയാം. പക്ഷെ ഇറ്റ്സ് നോട്ട് സോ ഈസി. ഇത് ഈസി അല്ല, പക്ഷെ നമുക്കത് ഒരുപാട് കംഫർട്ട് തരും. പിന്നെ നമ്മൾ എന്ത് ഹാബിറ്റ് ആണെങ്കിലും നമ്മൾ എന്താ പറയാ 21 ഡേയ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാബിറ്റ് ആവും, 90 ഡേയ്സ് ചെയ്ത് അത് ലൈഫ് സ്റ്റൈൽ ആവും. അപ്പൊ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ദിവസം പോലും ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനകത്തൊരു തോൽവിയാണ് ഹാബിറ്റ് ഫോർമേഷനിൽ. കുറെയൊക്കെ മറ്റേ തോൽവിയാന്ന് ഞാൻ പറയില്ല, എന്നാൽ പോലും പല കാര്യങ്ങളും. ഇപ്പൊ വേക്കപ്പിന്റെ കാര്യത്തിൽ ഞാൻ ഒരു സക്സസ് ആണ്. ഞാൻ മിക്കവാറും 90% ഡേയ്സിലും 3:30 അല്ലെങ്കിൽ 4 o'clock അതിനുള്ളിൽ ഞാൻ എന്തായാലും എഴുന്നേറ്റിരിക്കും. ഇപ്പൊ ഞാൻ എങ്ങനെ വയ്യാതെ കിടന്നാലും കറക്റ്റ് ആ സമയമാകുമ്പോൾ എന്റെ ഉറക്കമുണരും, ഞാൻ എഴുന്നേൽക്കും, ഈവൻ ടോയ്ലറ്റിൽ പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1 hour 2 hour ഒക്കെ എഴുന്നിട്ട് വേണമെങ്കിൽ ഉറങ്ങണമെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റും. പക്ഷെ വേക്കപ്പ് ടൈം ഈസ് ഫിക്സ്ഡ്. 4 o'clock മുമ്പ് എന്തായാലും നമ്മൾ ഉണർന്നിരിക്കും. അത് ഞാനൊരു ശീലമാക്കിയതാണ്. പ്രത്യേകിച്ച് കൊറോണ സമയത്ത് 4 AM ക്ലബ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ അന്ന് പിന്നെ 4 മണിക്കൊന്ന് എഴുന്നേറ്റ് നോക്കാം എന്നുള്ളൊരു പ്രാക്ടീസിൽ നിന്ന് തുടങ്ങിയതാണ്. നൗ ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ ബോഡി. എനിക്ക് ഒരു പ്രശ്നവുമില്ല രാവിലെ എഴുന്നേറ്റ്. പക്ഷെ രാത്രി ഞാൻ നേരത്തെ കിടന്നുറങ്ങും, വിച്ച് ഈസ് ഗുഡ്. എല്ലാവരും പറയുന്നത് അതാണ് ചെയ്യേണ്ടത്. സാധാരണ ഇപ്പൊ എല്ലാവരുടെയും ഷെഡ്യൂൾ നേരെ തിരിച്ചാണ്. രാത്രി ഒരുപാട് വൈകി കിടക്കാം, രാവിലെ ഒരുപാട് വൈകി എഴുന്നേൽക്കാം. അതിനേക്കാളും നല്ലത് ഒരു 9:30 10 മണിയാകുമ്പോൾ കിടക്കാൻ പറ്റി കഴിഞ്ഞാൽ 3 മണി 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് വിച്ച് ഇസ് ഗുഡ് ഹാബിറ്റ് ദാറ്റ് ഐ ക്രിയേറ്റഡ് ബൈ ഡെയിലി പ്രാക്ടീസ്. ഇപ്പൊ എനിക്ക് അതിനൊരു ബുദ്ധിമുട്ടില്ല. 9:30 കഴിയുമ്പോൾ എന്റെ കിളി പോവും, ഞാൻ കിടന്നുറങ്ങും. എത്ര സിറ്റുവേഷൻ ഉണ്ടെങ്കിലും എനിക്ക് ഉറങ്ങാൻ പറ്റും. അതുകൊണ്ട് ഞാൻ യാത്രയൊക്കെ പോകുമ്പോൾ വെളുപ്പിനെ എഴുന്നേറ്റ് യാത്രയ്ക്ക് പോവാം, ഡ്രൈവ് ചെയ്യേണ്ട കേസ് ആണെങ്കിൽ. കാരണം രാത്രി ഡ്രൈവ് ചെയ്താൽ ഭയങ്കര സ്ലീപ്പി ആയിരിക്കും. പക്ഷെ ഞാൻ വെളുപ്പിനാണെങ്കിൽ ഐ ആം പെർഫെക്റ്റ്ലി ഫൈൻ. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ചെയ്യാം. 21 ഡേയ്സ് ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇങ്ങനെയൊക്കെ നമുക്ക് ലൈഫിൽ കുറച്ചും കൂടി ടഫ്നെസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ സ്വെറ്റ് ചെയ്യാം. പീസ് ടൈമിലുള്ളതിന് ഒരു 5 കാര്യങ്ങളാണ്. ഒന്ന് എംബ്രേസ് ഡിസ്കംഫർട്ട് ആണ്. അതായത് ഡിസ്കംഫർട്ടിനെ ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങുക. ഇപ്പൊ ഡെയിലി വാക്ക് ചെയ്യാത്ത ആളാണോ, വാക്ക് ചെയ്യുക. ഡിസ്കംഫർട്ട് ഉണ്ടായിരിക്കും, നടക്കുമ്പോൾ കാല് വേദന എടുക്കും. ഫസ്റ്റ് ഡേ നടന്നു വരുമ്പോൾ കാല് അത്ര ഹെവി പെയിൻ ആയിരിക്കും. പക്ഷെ യു ഡോണ്ട് നീഡ് ടു വെറി. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ആ വേദനയൊക്കെ മാറും. ഇപ്പൊ നിങ്ങൾക്ക് 5 മിനിറ്റ് നടക്കാൻ പറ്റാത്തവൻ പിന്നെ 10 മിനിറ്റ് ആക്കാം, 1 മണിക്കൂറാക്കാം, 2 മണിക്കൂറാക്കാം. എത്ര മണിക്കൂർ വർക്ക് ചെയ്താലും നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. ഇറ്റ്സ് വെരി ഡിസ്കംഫർട്ട്. ജിമ്മിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർ ചോദിച്ചാൽ അറിയാൻ പറ്റും, ഫസ്റ്റത്തെ ഒരു 5-6 മാസം മരണവേദന. എല്ലാ എന്താ പറയാ, ഓരോ സ്കിന്നും വേദന എടുക്കും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നവരാണെങ്കിൽ. കാലൊക്കെ ഇരുന്നോടത്ത് എനിക്കാൻ പറ്റില്ല. ഇപ്പോഴും ലാസ്റ്റ് വീക്കില് ലെഗിന് വർക്ക്ഔട്ട് ചെയ്തിട്ട് കുറച്ച് കൂടിപ്പോയി. പിന്നെ ഞാൻ പറഞ്ഞ ഒരാഴ്ച മര്യാദക്ക് മറ്റെന്താ പറയാ, ബൈക്കേ പോലും ഇരിക്കാൻ പറ്റില്ല, ഈവൻ കാറിൽ ഇരിക്കാൻ പറ്റില്ല, ഇരുന്നോടത്തുനിന്ന് എഴുന്നേക്കാൻ പറ്റൂല. കാര്യം ഈ എന്താ പറയാ മസിൽ സോർനെസ് ഭയങ്കരമായിട്ട് വരും. പക്ഷെ ഏറ്റവും രസം വെച്ചാൽ നമ്മൾ പിന്നീട് നമ്മുടെ കാലിലൊക്കെ ഒന്ന് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇന്നർ സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പൊ അതുപോലെ കോൾഡ് ഷവർ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ രാവിലെ ഇപ്പൊ എഴുന്നേക്കാനേക്കാളും ഒരു 1/2 മണിക്കൂർ മുമ്പ് എഴുന്നേക്കുക. എന്നിട്ട് നിങ്ങളുടെ ഡെയിലി റുട്ടീൻസ് ഒക്കെ ചെയ്യുക. കുറച്ച് ഡിസ്കംഫർട്ട് ആയിരിക്കും, ബട്ട് ഇറ്റ് വിൽ ഗിവ് യു മോർ കംഫർട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്താണ്, മൈക്രോ ചലഞ്ചസ് എടുക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും പുതിയ ഇതുവരെ പറ്റാത്ത കാര്യം നിങ്ങൾ പഠിക്കുക. ഡെയിലി 1 ഇംഗ്ലീഷ് വേർഡ് ഒക്കെ പഠിക്കാം. ഒരു ആവശ്യമില്ലായിരിക്കും, പക്ഷെ യു ക്യാൻ ലേൺ 1 ന്യൂ ഇംഗ്ലീഷ് വേർഡ്. അത് നിങ്ങൾക്ക് ഒരു ഡിസ്കംഫർട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇപ്പൊ ജർമ്മൻ ലാംഗ്വേജിൽ ഒരു കാര്യമില്ല, എന്നാൽ പോലും ജർമ്മൻ ലാംഗ്വേജിന്റെ 2-3 വേർഡ്സ് ഒക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. വീട്ടിലിപ്പോ ജോലി എടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് കയറുന്നത്, ഇപ്പൊ ഏതെങ്കിലും ഒരു ഓഫീസിൽ പോകുന്നു, അവിടെ 3ാമത്തെ നിലയിലാണ്, നിങ്ങൾക്ക് ലിഫ്റ്റ് ഉണ്ട് അവിടെ. അപ്പൊ മനസ്സിൽ ചിന്തിക്കുക, ഓക്കെ, ഐ ആം ബ്രേക്കിംഗ് മൈ കംഫർട്ട് സോൺ, ലെറ്റ് മീ യൂസ് സ്റ്റെയർസ്. സ്റ്റെയർസ് യൂസ് ചെയ്ത എന്താ ഗുണം? മുട്ടുവേദന ഉള്ളവർ പറയും മുട്ടുവേദന എന്നൊക്കെ പറയും. അത് അങ്ങനെയുള്ളവർ ചെയ്യണ്ട കേട്ടോ. ഇതൊക്കെ
ഡിസ്ക്ലെയിമർ നിങ്ങളുടെയൊക്കെ ഇതിനകത്ത് വെച്ചിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയും. അപ്പൊ സ്റ്റെപ്പ് വരുന്ന ഗുണം ബേൺ മോർ കലോറീസ് ദാൻ വാക്കിംഗ് എന്ന് പറയും. അപ്പൊ ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ നമുക്കൊരു വർക്ക്ഔട്ട് ആയി, ഒരു എഫേർട്ടും ഇല്ലാതെ യു ക്യാൻ ഗെറ്റ് എ വർക്ക്ഔട്ട്. അതുപോലെ തന്നെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ എന്തായി, നിങ്ങളുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യണം. അപ്പൊ നാളെ നിങ്ങൾ ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ അയ്യോ ലിഫ്റ്റ് ഇല്ലല്ലോ, ഇനിയിപ്പോ എങ്ങനെയാണ് കയറുന്നത് എന്ന് അവരെ തെറി വിളിക്കാൻ നിൽക്കണ്ട. യു ക്യാൻ യൂസ് ഇറ്റ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി. അങ്ങനെ രണ്ടാമത്തെ കാര്യം, സീ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ഇപ്പം നിങ്ങൾക്ക് നല്ല ചില സുഹൃത്തുക്കളുണ്ട് ഇല്ലേ, ആ സുഹൃത്തുക്കള് എന്താ പറയാ, നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കും. ഓ നീ പറ്റും അങ്ങനെയാണ് പറയും. പക്ഷെ ചില ആൾക്കാരുണ്ട്, എല്ലാത്തിനും ക്രിറ്റിസൈസ് ചെയ്യാനും കൂട്ടരുത്. റിയൽ ആയിട്ട് ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്ത് ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അവർ പറയും ഓക്കെ ഇത് നല്ലതായിരുന്നു, ഇത് മോശമായിരുന്നു എന്നൊക്കെ പറയും. അതല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മള് കൂടെ കൂട്ടാം. പിന്നെ നമ്മുടെ ടൈം മാനേജ്മെന്റ് ചെയ്യാം. നമ്മൾ അന്ന് പഠിപ്പിച്ച ടെക്നിക്കാണ്, ഞാൻ അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം ഓൾമോസ്റ്റ് തീർന്നു. ഞാൻ പറഞ്ഞല്ലോ ട്രോമാഡോ ടെക്നിക്ക്, നമ്മളൊരു 30 മിനിറ്റ്സ് വയ്ക്കുക, അതിൽ വർക്ക് ചെയ്യുക, അടുത്ത 30 മിനിറ്റ്സ് സെറ്റ് ചെയ്യുക, അതിൽ വർക്ക് ചെയ്യുക. അപ്പൊ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ ഭയങ്കരമായിട്ട് പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും. പിന്നെ ഈ ഓവർകം എക്സ്ക്യൂസസ്, ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം വെച്ചാല്, ഞാൻ ജോലിയിൽ തന്നെ നമ്മൾ പിള്ളേരോട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ പറയും ഓ സാർ അത് ചെയ്യാൻ പറ്റില്ല, ഓ അത് ബുദ്ധിമുട്ടാണ്. ഞാൻ പറയും നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്താലോ, ഓ ഇല്ല സാർ അത് ബുദ്ധിമുട്ടാണ്. ഞാൻ പറയും എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഹൗ ക്യാൻ ഐ ഇൻസ്റ്റെഡ് ഓഫ് ഐ കാൺ. നമ്മൾ ഐ കാണ്ട് എന്ന് പറയാനായിട്ട് ഈസിയാണ്, അയ്യോ അത് പറ്റില്ല സാറേ എന്ന് പറയുന്നേക്കാളും ഈസിയാണ്. അല്ലെങ്കിൽ നമുക്ക് എനിക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളോട് ഒരു പ്രസംഗം പറയാൻ പറയുന്നു, അല്ലെങ്കിൽ ഒരു പാട്ട് പാടാൻ പറയുന്നു, നമ്മള് ലെറ്റ് us take as a challenge. എടുക്കാൻ പറ്റുമോ നോക്കാം, ലെറ്റ് us try, how can I, അതിലെങ്ങനെ. അപ്പൊ നമുക്ക് അതിനകത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫൈനലി വൺ വേർഡ് ഐ നീഡ് ടു സേ, ഹാർഡ് ചോയ്സസ് ഈസി ലൈഫ്, ഈസി ചോയ്സസ് ഹാർഡ് ലൈഫ്. നിങ്ങളുടെ ലൈഫ് ഇപ്പൊ ഹാർഡാണോ, തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്തതൊക്കെ ഈസി ചോയ്സസ് ആയിരിക്കും. റിസ്ക് എടുത്തിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വലിയ എന്താ പറയുക ടെൻഷൻസ് ഒന്നും എടുക്കാതെയാണ് നിങ്ങളുടെ ലൈഫ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫ് തീർച്ചയായിട്ടും ഹാർഡറാവും. മറിച്ച് ഇഫ് യു ടേക്ക് ഹാർഡ് ചോയ്സസ്, റിസ്ക് എടുക്കുക, എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ഒരു കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ പോകുമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഭയങ്കര ഈസിയാവും. അങ്ങനെ ഈസിയായി വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇല്ല കുറച്ചും കൂടി ഹാർഡർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കണം എന്ന് തോന്നും. അങ്ങനെ തീർച്ചയായിട്ടും യു വിൽ ഹാവ് എ ഗ്രേറ്റ് സക്സസ്. അപ്പോ ഈ ഒരു ടോപ്പിക് ഞാൻ കുറച്ച് പോയിന്റ്സ് അധികം ഉള്ളതുകൊണ്ട് കുറച്ച് എന്താ പറയാ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മുടെ ഇതിന്റെ ഒരു ലേണിംഗ് ലെസൺസ് വളരെ സിമ്പിൾ ആണ്. ഡിസിപ്ലിൻ ആൻഡ് ഹാർഡ്ഷിപ്പ് പ്രിപ്പയർ യു ലൈഫ് ബാറ്റിൽ. നിങ്ങൾക്കിടെ ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യുന്നതും ഹാർഡ്ഷിപ്പ് ചെയ്യുന്നതും നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി ലൈഫിലെ യുദ്ധത്തിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആവും. ഗ്രോത്ത് ഹാപ്പൻസ് ഓൾവേസ് ഔട്ട്സൈഡ് യുവർ കംഫർട്ട് സോൺ. ഇഫ് യു വാണ്ട് ടു ഗ്രോ യു ഹാവ് ടു ബ്രേക്ക് കംഫർട്ട് സോൺ. നിങ്ങൾക്ക് വളരണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോൺസിനെ ബ്രേക്ക് ചെയ്യണം. അത് രാവിലെ എഴുന്നേൽക്കുന്നതായിരിക്കാം, അയ്യോ എനിക്ക് അങ്ങനെ പറ്റില്ല, ചോറില്ലാതെ എനിക്ക് പറ്റൂല, ഒരു നേരം ഭക്ഷണം ഒഴിവാക്കാൻ പറ്റൂല, ഇങ്ങനെ നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി കഴിഞ്ഞാണല്ലോ. സ്മോൾ ഡെയിലി എഫേർട്സ് ലീഡ് ടു എക്സ്ട്രാ ഓർഡിനറി സക്സസ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പം പഠിക്കാൻ തുടങ്ങുക, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയമായിട്ട് കുറച്ചും കൂടി എഫേർട്ട് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ഉണ്ടാവും. ബി മാജിക്കിലുള്ള എല്ലാവർക്കും ഒരു വണ്ടർഫുൾ മാജിക് ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓവർ ടു യു ഗോപി. താങ്ക് യു സർ. താങ്ക് യു അബ്ദുള്ള. ഗോപിയോ പോയോ? എന്തെങ്കിലും ഈ സെഷനിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു പോയിന്റ്സോ കാര്യങ്ങളോ ഷെയർ ചെയ്യാനുള്ള ടൈം ആണ്. ഒരു 8 ഹലോ ഓക്കെ അബ്ദുള്ള സാർ പറഞ്ഞോളൂ. സാർ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ഹലോ കേൾക്കില്ലേ? കേൾക്കുന്നുണ്ട് സാറേ, പറഞ്ഞോളൂ. ഞാനും ഇത് പരീക്ഷിക്കാറുണ്ട്. കാരണം ഉദാഹരണം, ഞാന് ചെരുപ്പിടാതെ നടക്കും, ചെരുപ്പിടാതൊക്കെ നടക്കാറുണ്ട്.
അതുമാതിരി അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ മുമ്പേ ചെയ്യുമായിരുന്നു. കാരണം അത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, കുഴപ്പമില്ല. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷെ ഇതിപ്പോ കുറെ കൂടെ വ്യക്തമായി. ഇപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് ആയിപ്പോ സാർ പറഞ്ഞോണ്ട് കൂടി അത്തരം കാര്യങ്ങള് ചെയ്യുന്ന. പിന്നെ ഇപ്പൊ എന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഒരു സീനിയർ, ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്തിരുന്ന ആളായിരുന്നു. ടെറസിന്റെ മേലെ നിന്നൊക്കെ ഡൈവ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിരുന്ന ആളായിരുന്നു, സെൽഫായിട്ട് തന്നെ. പക്ഷെ ഇപ്പൊ നമുക്ക് പ്രായമായപ്പോ കുറെ കാലം ഞാൻ വിട്ടു നിന്നു. ഇപ്പൊ നമുക്കിപ്പോ എക്സസൈസ് ഒക്കെ ചെയ്യാൻ ഒരു മടി വരുന്നു. കാരണം ഈ ഏജ് നമ്മളെ വിലക്കുന്നുണ്ടോ എന്നുള്ളതേ, നമ്മുടെ ഏജിന്റെ അതറിയാത്തവന്റെ പ്രശ്നമുണ്ടല്ലോ. അപ്പൊ വർക്കൗട്ടൊന്നും ഇല്ല, എക്സസൈസും നിർത്തിയിരിക്കുകയാണ്. അതിനെ പറ്റിയിട്ട് എന്താ സാറിന്റെ ഒരു അഭിപ്രായം? എന്താ ഈ ഏജിന്റെ ഒരു ഇത്? സോറി, ഏജ് ഈസ് ജസ്റ്റ് നമ്പർ. ഡോണ്ട് ലുക്ക് ഓൺ യുവർ ഏജ്. ഏജ് വേറെ നമ്പറാണ്, നിങ്ങൾ അതിനകത്ത് നോക്കണ്ട. യു സ്റ്റാർട്ട് ഡൂയിങ് എക്സസൈസ്. കാര്യം നമ്മൾ വയസ്സാകുമ്പോഴാണ് എക്സസൈസ് കൂട്ടേണ്ടത്. കാര്യം 40 വയസ്സ് കഴിഞ്ഞ മസിൽ ലോസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വർക്കൗട്ട് ഒരുപാട് വെയിറ്റ് എടുത്തല്ല, ബട്ട് വി സ്റ്റാർട്ട് ടു ഡൂയിങ് വർക്ക്ഔട്ട്സ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഓടെ നടക്കുക, നമ്മുടെ മസിൽസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും ചെയ്യണം. കാര്യം നമ്മൾ മസിൽ ലോസ് ചെയ്തുകൊണ്ടിരിക്കും പ്രായമാകും തോറും. അപ്പൊ അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഡു സംതിങ്. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. ഹലോ, ഗോപിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂസ് ആണ് സാർ. ഞാൻ ആക്ച്വലി ഞാനൊരു ടെക്നിക്ക് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ ക്ലാസ് ആയിട്ട് സാറിന്റെ. അതായത് എന്താ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇതായിട്ടുള്ള കാര്യമാണ് സാറ് ക്ലാസ്സുകൾ എല്ലാ ദിവസവും പറയാറുള്ളത്. എന്തായാലും ഞാൻ ഇന്ന് ഈ ചെയ്ത സംഭവം, ഇന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യം പറയാണ്. ആക്ച്വലി ഞാൻ വലത്തെ കൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. ഇടത്തേക്ക് കൊണ്ട് എഴുതി, അതായത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇടത്തേക്ക് കൊണ്ട് എഴുതി കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസങ്ങളിലും ഇടത്തേക്ക് കൊണ്ട് കുറച്ച് വേർഡ്സ് ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിൽ തന്നെ ഈ ഒരു ഹാർഡ്നെസ്, അതായത് ചെയ്യാത്ത കാര്യം ചെയ്യിപ്പിക്കുമ്പോൾ ബ്രെയിന് വീണ്ടും നമുക്ക് നല്ല, അതായത് ഒരു ഗ്രോത്ത്, ഏത് മേഖലയിലാണെങ്കിലും ആ ഒരു ഗ്രോത്ത് ഉണ്ടാവാനുള്ള ഒരു പ്രാക്ടീസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെ ട്രൈ ചെയ്ത് ഒരു സമയത്ത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും വിട്ടു. പക്ഷെ ഇപ്പൊ സാർ ക്ലാസ് കേട്ടപ്പോൾ അതിനെ പറ്റി ഓർത്ത് എന്തായാലും അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ പോവാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഫുഡിന്റെ കാര്യത്തിലും ഭയങ്കര അത് ഇഷ്ടമായ ഒരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജങ്ക് ഫുഡ് കഴിക്കാനായിരിക്കും എല്ലാവർക്കും താല്പര്യം. ഞാൻ ഇപ്പൊ മനഃപൂർവ്വം ഓഫീസിൽ നിന്നൊക്കെ വിട്ട് വരുന്ന വഴി അല്ലെങ്കിൽ ഫീൽഡിലേക്ക് പോകുമ്പോൾ എണ്ണക്കടികൾ വൈകുന്നേരമുള്ള സ്ഥിരമായിട്ട് കഴിച്ചിട്ടുണ്ടായി. ഇപ്പൊ ഞാൻ വേണ്ട വെച്ചിട്ട് കഴിക്കുന്നില്ല. ബിക്കോസ് നമുക്കിത് നന്നല്ല എന്നുള്ള തോന്നല് ഉള്ളില്, അത് ഒഴിവാക്കാം എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിവേ വളരെ സൂപ്പർ ക്ലാസ്. എനിവേ താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സുജിത്ത്. ആക്ച്വലി സുജിത്ത് പറഞ്ഞത് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു പോയിന്റ് ആണ്. കാര്യം ഇപ്പം നമ്മൾ വലത്തെ കൈ കൊണ്ട് ബ്രഷ് ചെയ്യുന്നവർ ഇടത്തെ കൈ കൊണ്ട് ബ്രഷ് ചെയ്യുക, വലത്തെ കൈ കൊണ്ട് എഴുതുന്നവർ ഇടത്തെ കൈ കൊണ്ട് എഴുതുക. എല്ലാ കാര്യം നിങ്ങൾ ഓപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യും. ഇറ്റ്സ് ഓൾസോ വൺ ഓഫ് ദ ബ്രേക്കിംഗ് ദ കംഫർട്ട് സോൺ. ഇത് മെന്റൽ ടഫ്നെസ് കിട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ്. അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് വലത്തെ കൈ കൊണ്ട് ചെയ്യുന്ന കാര്യം ഇടത്തെ കൈ കൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇടത്തെ കൈ കൊണ്ട് ചെയ്യുന്ന കാര്യം വലത്തെ കൈ കൊണ്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഭയങ്കരമായിട്ട് നമ്മുടെ ബ്രെയിൻ കാര്യം ബ്രെയിൻ എഫേർട്ട് എടുക്കും. കാര്യം ബ്രെയിൻ ഓൾറെഡി പ്രോഗ്രാംഡ് ആണ് വലത്തെ കൈ കൊണ്ട് ചെയ്യാൻ വേണ്ടി. വൺസ് യു സ്റ്റാർട്ട് ഡൂയിങ് ഓപ്പോസിറ്റ്, ബ്രെയിന് എഫേർട്ട് എടുക്കേണ്ടി വരും. സോ ബ്രെയിൻ ഈസ് ഓൾസോ സെയിം ലൈക്ക് മസിൽ. നമ്മൾ അതിന് പണി കൊടുക്കുമ്പോഴാണ് അത് ടഫ് ആവണ. ജിം പോലെയാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആണ്. ഞാനും ബ്രഷ് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് കൈ കൊണ്ട് ബ്രഷ് ചെയ്യും. നൗ ഇറ്റ്സ് ഓക്കെ ഫോർ മീ. അപ്പൊ ദാറ്റ്സ് ഓൾസോ വെരി ഗുഡ് ഐഡിയ. എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സുജിത്ത്, താങ്ക് യു സോ മച്ച്. ദിവ്യ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പറയാം. ദിവ്യ ഓക്കെ, ഒരു ക്ലാസ് ആയിരുന്നു ഇന്നത്തത്. എന്താ പറയാ, നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല ഷുഗർ കഴിച്ചിരുന്ന വ്യക്തിയായിരുന്നു, നന്നായിട്ട് ഷുഗർ കഴിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിഠായികളെ.
പിന്നെ ഇപ്പൊ എനിക്ക് തോന്നി നമ്മളുടെ ഒരു ഏജ് എന്താ പറയാ കൂടി വരികയാണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തിയേ പറ്റൂ. അപ്പൊ ഞാൻ കഴിക്കണ്ടെന്ന് വിചാരിച്ചാലും എല്ലാവരും ഇങ്ങനെ കൊണ്ടുവരുമ്പോ അതെടുത്ത് കഴിക്കും. അങ്ങനെ ഒരു ശീലമായപ്പോ ഞാനിപ്പോ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ റൂമിന്റെ സൈഡിൽ ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ചു. ഇത്ര ദിവസത്തിന്, അതായത് ഇപ്പൊ ഞാൻ 1 വീക്കിന് വേണ്ടിയിട്ട് സ്വീറ്റ്സ് ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട്. അപ്പോ ആദ്യമൊക്കെ ഭയങ്കര ടഫായിരുന്നു. അത് കാണുമ്പോ നമുക്ക് കൊതിയാവും. ഇപ്പൊ അത് ശീലായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 7 ഡേയ്സിന് വേണ്ടിയിട്ടാണ് ഇത്ര ദിവസം തുടങ്ങി ഇത്ര ദിവസം വരെ എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കും. അപ്പൊ അത് കാണുമ്പോ വിചാരിക്കും അയ്യോ നീ കഴിക്കണ്ട, 7 ദിവസത്തിനല്ല കുഴപ്പമില്ല എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കും. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ എഴുതി ഒട്ടിച്ചേക്കും. അപ്പൊ അതൊരു ശീലായി. ഇപ്പൊ നമ്മൾക്ക് കുഴപ്പമില്ല, അങ്ങനെ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ പീരിയഡ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കും. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉള്ളിലൊരു ഡിസാറ്റിസ്ഫാക്ഷൻ വരും. പക്ഷെ കഴിക്കാൻ പറ്റില്ല, എല്ലാവരും കഴിക്കണ്ടെന്നുള്ള അർത്ഥം. അത് കാരണം അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ റുട്ടീനുകൾക്ക് മാറ്റണം, നമുക്ക് കുറച്ചും കൂടി നമ്മളുടെ മെന്റലി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അപ്പോ നല്ലൊരു ക്ലാസ് ആയിരുന്നു സർ. താങ്ക് യു സോ മച്ച്. എന്താ പറയാ, ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്താനും പണ്ട് നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഒന്ന് എനർജറ്റിക് ആയിട്ട് ചെയ്യിക്കാനും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്ക് പറ്റുന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. പ്രാക്ടീസ് ഫസ്റ്റ് 21 days, 7 days മാറ്റി ഒരു 21 days ആക്കി നോക്കുക, അടിപൊളിയായിരിക്കും. ഇപ്പൊ 7 ദിവസം നോക്കിയായല്ലോ, ഇനി ഒരു 21 ദിവസം സെറ്റ് ആക്കി. അപ്പൊ അതെന്താന്നറിയോ, 21 ഡേയ്സ് കാണുമ്പോ 21 ദിവസം എനിക്ക് കഴിക്കാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് ഞാൻ 7 ദിവസം ആക്കി മാറ്റി. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക്. 7ാമത്തെ ദിവസം എഴുതി വെച്ചിട്ട് 7ാമത്തെ ദിവസം അടുത്ത് ഒട്ടിച്ചാൽ മതി, നെക്സ്റ്റ് 7 days. അപ്പൊ കുഴപ്പമില്ല. അങ്ങനെ 3 പ്രാവശ്യം ചെയ്താൽ അപ്പൊ 21 ദിവസം. ഹലോ, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. വളരെ നല്ലൊരു ക്ലാസ് ആണ്. ദിവ്യ പറഞ്ഞ പോലെ നമുക്കൊരു ഓർമ്മപ്പെടുത്തല്, അതായത് നമ്മുടെ ബി മാജിക് നമുക്ക് എല്ലാം തരുന്നുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ 5 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് സാർ ഇപ്പൊ ഈ പറയുമ്പോഴാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അത് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്ന് തോന്നുമ്പോ അത് ചെയ്യണ്ട. അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലാത്തത് നമ്മള് അതങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മുടെ മൈൻഡ് ചോദിക്കുമ്പോ അല്ല എന്താ ചെയ്ത അങ്ങനെ ഒരു ഇതിങ്ങനെ വരും. അതായത് ഇപ്പൊ സാറ് പറഞ്ഞ മുട്ടുവേദന ഉള്ള ആളുകൾ കെയർ ചെയ്യരുത്, നടക്കരുത് എന്ന് പറഞ്ഞത് എനിക്കൊരു ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് ഇവിടെ ഒരു അമ്പലമുണ്ട്. അവിടെ നല്ല ഹൈറ്റ് ആണ്, നല്ല നല്ല ഹൈറ്റിലാണ് പഴനിമല അങ്ങനെ പറയാ. അപ്പൊ അവിടേക്ക് നല്ല സ്റ്റെപ്പുകളാണ്. പക്ഷെ അവിടെ ഞാൻ അങ്ങനെ വിചാരിക്കും, ദൈവം എനിക്ക് കാൽമുട്ട് വേദനയൊക്കെ ഉണ്ട്, അപ്പൊ എങ്ങനെ അങ്ങോട്ട് കയറുന്ന ഇങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ എന്റെ മോൻ എന്റെ ഒപ്പം ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ അവൻ പറഞ്ഞൊരു കാര്യം, അമ്മ കയറിക്കോ അമ്മ, ഞാനുണ്ട് ബാക്കിൽ, അമ്മ കയറിക്കോ. അങ്ങനെ പറഞ്ഞു, അമ്മ തിരിഞ്ഞു നോക്കണ്ട, അമ്മ അങ്ങനെ കയറി പോയിക്കോളൂ, ഞാനുണ്ട് പിന്നിലുണ്ട് എന്ന് പറയും. അപ്പൊ അങ്ങനെ കയറിയിട്ട് സംഭവം ഞാൻ അതിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് കാലുവേദന ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടുന്ന് തിരിച്ചിറങ്ങി വരുമ്പോഴോ അല്ലെങ്കിൽ അതിന് പിറ്റേ ദിവസമൊക്കെ കാലുവേദന വരും എന്ന് വിചാരിച്ചു. പക്ഷെ കാലുവേദന വന്നില്ല. എന്നുവെച്ചാൽ ഇവങ്ങനെ മോട്ടിവേഷൻ തന്നിട്ട് ഇങ്ങനെ വിട്ടായിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ ഈ ബി മാജിക്കിന്റെ ക്ലാസ് ആണ് കേട്ടോ. നമ്മളും എല്ലാവരും അത് ഇരുന്ന് കേൾക്കുക, കാരണം അവർക്കും അറിയാം ഇതെങ്ങനെയാ ചെയ്താൽ ശരിയാവും എന്നുള്ളത്. അപ്പൊ എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സായി. സാറ് വീണ്ടും അത് ഓർമ്മിപ്പിച്ചപ്പോ വീണ്ടും ആ 5 പോയിന്റ്സ് നമ്മുടെ ബ്രെയിനിൽ അത് കിട്ടി. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. വേറെ ഒരാൾ പറഞ്ഞോളൂ. സാർ ഗുഡ് മോർണിംഗ് സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, നമ്മൾ ചില സമയങ്ങളിലൊക്കെ നന്നായിട്ട് നമ്മളെ ബ്രെയിനെയൊക്കെ നല്ല ടഫ് ഇങ്ങനെ ഓരോന്നായിട്ട് കൊടുത്ത് നമ്മളൊരു ടഫിലേക്ക് പോകും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മളതിൽ നിന്ന് കുറച്ച് മാറുമ്പോഴത്തേക്ക് വീണ്ടും പഴയതുപോലെ ആയി പോകുന്നുണ്ട്. പഴയ എങ്ങനെയാണോ നിന്നതുപോലെ ആയി പോകുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കാം? അത് വേറൊന്നുമല്ല, ചെറിയ സിമ്പിൾ റീസൺ ആണ്. ഇപ്പൊ നമ്മളൊരു ചെയിൻ ഉണ്ടെന്ന് വിചാരിച്ചു, ഒരു ചങ്ങല അറിയാലോ, ഓരോ കണ്ണുകൾ കൂട്ടി ചേർത്തിട്ടാണ് ചങ്ങല ഉണ്ടാവുന്നത്. ആ ചങ്ങലയുടെ ഏറ്റവും സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ചങ്ങലയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാല് അതിന്റെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് വെച്ചാല് അതിന്റെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള കണ്ണിയാണ്, അല്ലെ? ആണോ അല്ലയോ? ഇങ്ങനെ കുറെ കൊളുത്തുകൾ കൂട്ടിയിട്ടുള്ള ചങ്ങല വരുന്നത്.
അപ്പൊ അതിന്റെ ആ ചങ്ങലയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിനകത്ത് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള കണ്ണിയുടെ സ്ട്രെങ്ത് ആയിരിക്കും ആ ചങ്ങലയ്ക്ക് സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ. ബാക്കി അതിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നതൊക്കെ ഭയങ്കര ഹാർഡറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ ഈ ഹാബിറ്റ് നമ്മൾ ഫോം ചെയ്തിട്ട് നമ്മൾ ഇടയ്ക്ക് നമ്മളിപ്പോ നമ്മുടെ ലൈഫ് ഹാബിറ്റ് ആവുന്നതിന് മുമ്പ് നമ്മൾ അതിനകത്ത് ഒരു ബ്രേക്ക് വരുത്തി കഴിഞ്ഞാൽ അത് ഒരു ബലൂണിൽ വെള്ളം നിറച്ചിട്ട് ഒരു കുഞ്ഞ് ഓട്ടിയിടുന്ന പോലെ. നമ്മൾ പറയും ഒരു ദിവസത്തേക്കല്ലേ തെറ്റിച്ചുള്ളൂ എന്ന് പറയും. പക്ഷെ ഒരു ബലൂണിൽ വെള്ളം നിറച്ചിട്ട് ഒരു കുഞ്ഞ് കുത്തി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. എന്ന് പറഞ്ഞ പോലെ നമ്മള് ടഫറായിട്ട് നമ്മൾ ഒരു കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അത് ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും അതിൽ നിന്ന് ഒഴിവാക്കാതിരിക്കുന്ന ഒരു മെന്റൽ ടഫ്നെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് സ്ഥിരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ടഫ് ആയിരിക്കും. നമ്മൾ പഴയ വഴിയിലേക്ക് ഈ കുടിയന്മാര് കുടി നിർത്തിയിട്ട് കണ്ടിട്ടുണ്ടോ? കുടിയന്മാര് കുടി നിർത്തും, 1 മാസം 2 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ 6 മാസം 1 വർഷം വരെ പോകും. അവസാനം വീട്ടിലെ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് പോകും. കൊച്ചിന്റെ ബർത്ത്ഡേ അല്ല, നമുക്ക് ഒരെണ്ണം അടിച്ചേക്കാം എന്ന് പറഞ്ഞാൽ അടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പഴയതിനേക്കാളും വലിയ കുടിയനായിരിക്കും അത്, ഒരു സംശയമില്ല കാര്യം. അപ്പൊ നമ്മൾ എവിടെയാണോ അത് ബ്രേക്ക് ചെയ്യുന്നത് അന്ന് മുതൽ നമ്മൾ വീണ്ടും പഴയ സ്റ്റേജിലേക്ക് പോകും. അങ്ങനെ ഒരു കാര്യം ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ വരുന്നതിന് മുന്നേ ആരും പറഞ്ഞു തരാതെ തന്നെ എനിക്ക് ഈ നോൺ വെജ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോഴത്തേക്ക് അത് ഈ ഒരു ക്രേവിങ് പോലെ ഇങ്ങനെ കഴിച്ചാൽ കഴിച്ചോണ്ടിരിക്കണമെന്ന് തോന്നുന്ന പോലെ. പിന്നെ ഒരു ദിവസം കിട്ടിയില്ലെങ്കിലൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ ഒരു മടി പോലെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്. എന്നും ഫുഡിനോടൊപ്പം അതൊക്കെ വേണമെന്നായി. ഞാനൊരു ദിവസം അതങ്ങ് സ്റ്റോപ്പ് ചെയ്ത് ഇപ്പൊ ഒരു 10 വർഷമായിട്ട് പ്യുവർ വെജായി. അങ്ങനെ അതൊന്ന് മാറ്റാൻ പറ്റി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് തന്നെ ഭയങ്കരമായിട്ട് പിന്നെ ഭയങ്കര ദോഷമാക്കുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അതെന്തോ അത്രയും ആഗ്രഹമുള്ള ഒരു സാധനം അങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയായിരുന്നു. അതങ്ങനെ വിചാരിച്ചു, അത് പറ്റി. പിന്നെ എന്തായിരുന്നാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. അപ്പൊ പിന്നെ എന്തും നടക്കും. അത്ര ആഗ്രഹമുള്ള സാധനം കഴിഞ്ഞ നിർത്തിയെങ്കിൽ ഷൈനി വേറെ എന്ത് വിചാരിച്ചാലും നടക്കാൻ പറ്റും. 10 വർഷമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ ദാറ്റ്സ് ഗ്രേറ്റ് അച്ചീവ്മെന്റ്. എന്തോ എങ്ങനെ അങ്ങ് പോയി അത്. അല്ലെങ്കിൽ അത് തുടങ്ങിയാൽ പിന്നെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. എന്തോ കഴിക്കണം എന്ന് വീണ്ടും വീണ്ടും മൈൻഡ് തോന്നിക്കൊണ്ടിരിക്കണം പോലെ അതുപോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ഓക്കെ. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ, നല്ലൊരു സെക്ഷൻ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാർ. 6:30 ആളായിട്ടുണ്ട് നമ്മളെ ടൈം കിട്ടാം. നമുക്ക് നിർത്താം. അപ്പൊ താങ്ക് യു. താങ്ക് യു. നല്ല ക്ലാസ്. നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് കാര്യം പറയും അല്ലെ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. താങ്ക് യു.